ഭയങ്കര ആഗ്രഹങ്ങളാണ് കേട്ടോ. കുഞ്ഞിന്റെ പേരെന്താ? ഭവിഷ്യത്ത്. വർക്കിങ്ങിലാണ്. എൻ്റെ പേര് ശിവറാം. ശിവറാം, സുഖം തന്നെ. യെസ്, ശിവറാം റോയുടെ നൈബറാണ്. പുള്ളിക്കാരൻ സുഖമായിട്ടിരിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് റൈസ് യൂട്യൂബ് ചാനൽ. എനിക്ക് നേരെ വക്കീലിൻ്റെ ഓഫീസിൽ പോകണം. അത് മാത്രമല്ല അവിടെ കുറച്ച് ഫോർമാലിറ്റിയും കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഫയലൊക്കെ ഒപ്പിടണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ എത്തിക്കണം എന്നും വക്കീലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരെ മഞ്ചൂര് കോടതിയുടെ അവിടെയാണ് പുള്ളിയുടെ ആ ഒരു ഓഫീസ് എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മളിനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ ഇവിടുന്ന് ഫോട്ടോ, എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ എടുക്കേണ്ടതാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജ് ഏരിയയാണ്. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്ത് നിന്നാണ് എനിക്ക് ഒരു ഫോട്ടോ എടുക്കേണ്ടത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അവിടെ നിന്ന് പോയി ചെക്ക് ചെയ്യേണ്ടതാണ്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടത്തേക്ക് തന്നെ പോകാം. അവിടെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഗായ്സ്, അങ്ങനെ ഫൈനലി ഞാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിന് സമീപം എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫോട്ടോ സ്റ്റുഡിയോ എടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഫോട്ടോ സ്റ്റുഡിയോ ഈ ഒരു ഭാഗത്തായിട്ട് കാണണം. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ ഒരു ഭാഗത്ത് സ്റ്റുഡിയോ എവിടെയുണ്ട്? മേളിൽ ഏത് വഴി പോവും? ആ, ഇങ്ങോട്ട്. താങ്ക് യു. ഓക്കെ, അപ്പം ചേട്ടൻ പറയുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിൽ ഉള്ള സ്റ്റെയർ വഴി കയറി കഴിഞ്ഞാൽ മുകളിലൊരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. യെസ്, എന്തോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫോട്ടോ സ്റ്റുഡിയോ അതുള്ളതായിട്ടുള്ളത്. ഹായ്, കുഞ്ഞിൻ്റെ പേരെന്താ? ഭവിഷ്യത്ത്. ഓക്കെ, ഫോട്ടോ ഫസ്റ്റ് എന്ന് പറയുന്ന സ്റ്റുഡിയോയിൽ നിന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി നേരെ പോകേണ്ടത്, ഇനി അടുത്ത് എവിടെയാണ് പോകേണ്ടത്? ഇനി നേരെ ബസ് സ്റ്റോപ്പിൽ പോകണം. ബസ് കയറണം, നേരെ വക്കീലിൻ്റെ ഓഫീസ് മഞ്ചൂരിലേക്ക് പോകേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഫീസ് റൂമുള്ളതിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് വക്കീൽ ഓഫീസ് എന്ന് പറയുന്നതും. നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത്. നമുക്ക് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്കുള്ള ബസ് ഇറങ്ങി നേരെ വഞ്ചൂർ ഭാഗത്തേക്ക് നടക്കുകയാണ്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു റോഡാണ്. ഇനി അവിടെ ഇറങ്ങിയിട്ട് അവിടെ നോക്കി വക്കീൽ ഓഫീസ് കണ്ടുപിടിച്ചിട്ട് നേരെ അവിടെ ഈ പെറ്റീഷനും ഫയലും സാധനങ്ങളൊക്കെ കൊടുക്കേണ്ടത്. നേരെ നടക്കുകയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓട്ടോയൊന്നും വേറെ പിടിക്കുന്നില്ല. നേരെ നടക്കുകയാണ്. എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മുടെ 1-2 വക്കീലിൻ്റെ വീട് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഓഫീസെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമില്ലെന്ന് തോന്നുന്നു. ഈ വഞ്ചൂർ ഈ ലൈൻ തന്നെ ലെഫ്റ്റ് സൈഡാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പുള്ളിക്കാരനൊന്ന് കോൾ ചെയ്ത് നോക്കാം. ഗായ്സ്, അങ്ങനെ ഞാൻ നേരെ മഞ്ചൂര് പോയി വക്കീലിനെ കണ്ടു. പിന്നെ പെറ്റീഷനൊക്കെ ഒപ്പിട്ടായിരുന്നു. മാത്രമല്ല ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിച്ചിരുന്നു. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരെ പോകുന്നത് എൻ്റെ ഫ്രണ്ട് റോയിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ റോയിയുടെ വീടെന്ന് പറയുന്നത് കവടിയാർ ഭാഗത്താണ്. അപ്പോൾ ഞാൻ വെള്ളയമ്പലത്ത് വന്ന് ബസ് ഇറങ്ങി നേരെ കവടിയാർ ഭാഗത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാജ്ഭവൻ്റെ സൈഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം തിരക്കൊന്നുമില്ല. ഈ ഒരു രാജ്ഭവൻ്റെ ഈ ഒരു റോഡെന്ന് പറയുന്നത് വളരെ നല്ല രസമാണ്. കാരണം വെയിലോ അങ്ങനെയൊന്നും വരുന്നില്ല. മൊത്തം തണലുമാണ്, മൊത്തം മരങ്ങളും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ വണ്ടികൾ തുരുതുര പോകുന്നു എന്നുള്ളൊരു അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ട്. ഭയങ്കര നോയ്സായിരിക്കും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം വളരെ നീറ്റും ക്ലീനുമാണ്. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയെന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ട് പിടിച്ചൊരു വഴിയാണ്. ഞാൻ കാണിച്ചു തരാം. ഈ വഴിയിലാണ് ശരിക്കും പറഞ്ഞാൽ ബൈക്കെല്ലാം ഓടിച്ച് പോകുന്നത് തന്നെ. ഓക്കെ, ഏതായാലും ഞാൻ ഒരു വഴി കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, ഈ ഒരു കുഞ്ഞൻ വഴിയിലൂടെയുള്ള ഈ ഒരു ഇറക്കത്തിലൂടെ, ഈ ഒരു കുഞ്ഞൻ വഴിയിലൂടെയാണ് അവൻ ബൈക്ക് ഓടിച്ചൊക്കെ പോകുന്നത് തന്നെ. വെരി ഡേഞ്ചറസ്. ഫൈനലി ഞാൻ അങ്ങനെ നടന്ന് റോയിച്ചൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവൻ്റെ വീടെന്ന് പറയുന്നത് ഈ കാണുന്ന വീടാണ്. അപ്പോൾ രണ്ടാമത്തെ നിലയിൽ പുള്ളിക്കാരനുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത് നേരെ മുകളിലേക്ക് ചെല്ലാനാണ്. അവൻ വർക്കിലാണ്. ഏതായാലും നമുക്ക് മുകളിലേക്ക് ചെല്ലാം. ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ റോയിച്ചൻ്റെ ഒരു പട്ടിയാണ്, ജൂലി. ഹായ് ജൂലി.
ഈ വഴിയാണ് റോയിച്ചൻ്റെ മുറിയിലേക്ക് പോകുന്നത്. നമുക്ക് ഏതായാലും പോയി നോക്കാം. കുറച്ചുകൂടെ നടക്കാനുണ്ട്. യെസ്, അങ്ങനെ പടിയെല്ലാം കയറി നമ്മൾ റോയിച്ചൻ്റെ മുറിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പം നോക്കി, ഒരാളവിടെ വർക്കിങ്ങിലാണ്. അതാണ് നമ്മുടെ റോയിച്ചൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും അകത്ത് കയറാം. ഗായ്സ്, അങ്ങനെ ഒന്നും പറയില്ല. നമ്മുടെ റോയിച്ചൻ വർക്കിങ്ങാണ്. അവനൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അവനാണെങ്കിൽ ഓൺലൈൻ കോളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാൻ. ഫൈനലി ഞാൻ നടന്ന് നേരെ റോയിച്ചൻ്റെ വീട്ടിലെത്തിയാൽ നിങ്ങൾ കണ്ടല്ലോ. യെസ്, വീട്ടിലെത്തി കഴിഞ്ഞു. ഇനി അപ്പോഴത്തേക്കും അവൻ അവിടെ ഭയങ്കര വർക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നേരെ കയറി ശല്യം ചെയ്യാനൊന്നും പറ്റിയില്ല. അവനെ സംസാരിക്കാൻ തന്നെ പറ്റിയില്ല. ഓൺലൈൻ എനിക്ക് തോന്നുന്ന IMO സ്കൈപ്പ് വഴി എന്തോ ആയിരുന്നു ചാറ്റൊക്കെ ചെയ്തുകൊണ്ട് അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്കെല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ നേരെ തിരിച്ച് സംസങ്ങിലേക്ക് പോവുകയാണ്. ഇന്ന് റോയുടെ ഒക്കെ ചിലവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസങ്ങിലോട്ട് പോകുന്നുണ്ട്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് നമ്മുടെ സുന്ദരനായ റോയി ആരാണെന്നല്ലേ? യെസ്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച റോയി കുട്ടനെ ഞാൻ കാണിച്ചു തരാം. വളരെ സുന്ദരനായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റോയ് എന്ന് പറയുന്നത്. എൻ്റെ കൂടെ BCAക്ക് പഠിച്ചാണ്, തൈക്കാട് BSS IT മിഷനിൽ. യെസ് റോയ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? പറ, എന്തെങ്കിലുമൊക്കെ പറയാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെന്താ, ഞങ്ങൾ ചുമ്മാ കുറച്ച് ദിവസം ഇങ്ങനെ പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് പോവാണ്. അതിന് കേട്ട് ചിലവ് ഇന്ന് ശ്രീലാലിന്റെ ചിലവാണ്. അല്ല, ചിലവ് ഫുള്ള് റോയിയുടെയാണ്. ഹലോ ഹലോ, പേരെന്താണ്? എൻ്റെ പേര് ശിവറാം. സുഖം തന്നെ? യെസ്, ശിവറാം റോയിയുടെ നൈബറാണ്. പുള്ളിക്കാരൻ സുഖമായിട്ടിരിക്കുന്നു. ശരി, ഗുഡ്. റോയ് നമ്മളെ YMR ജംഗ്ഷനിലുള്ള സംസം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് എന്താണെന്ന് എനിക്ക് വാങ്ങിച്ചിരുന്നത്? ഇത് ശ്രീലാല് ഒരു ഫുൾ കോഴി മേടിച്ചിരാന്ന് പറഞ്ഞ. അപ്പോൾ റോയ് എന്ന് പറയുന്ന കോഴിക്ക് വേണ്ടി വേറൊരു കോഴിയും കൂടെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ റോയിച്ചന് നല്ലൊരു ഫുഡ് വാങ്ങിച്ചു തരണം. സംസം റെസ്റ്റോറൻറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ആ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും YMR ജംഗ്ഷനിൽ വരുന്നവർ ഈ ഒരു സ്പോട്ടിൽ വന്ന് ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഫുഡാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഫുഡ് ഷവായി, അൽഫാം, കിടുവാണ്, പുളിയാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ YMR ജംഗ്ഷനിൽ വരുന്നവർ ഈ ഒരു സ്പോട്ടിൽ വരുന്ന ഫുഡെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. കിടിലമാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അകത്തേക്ക് പോകാം. ഇതൊക്കെയാണ് ഐറ്റം. ഇനി ഏതായാലും നമുക്ക് കഴിച്ചിട്ട് കാണാം. നിങ്ങളങ്ങനെ സംസം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അതെ, നല്ല അടിപൊളി ഫുഡാണ്. പൈസ കൊടുക്കാൻ ഇല്ലാതുകൊണ്ട് ശ്രീലാല് നടന്ന് പൊറോട്ട അടിച്ചു, തറയൊക്കെ തുടച്ച്. അപ്പോൾ ഇനി അടുത്തങ്ങോട്ടാണ്? ഇങ്ങനെ ചുമ്മാ കാര്യങ്ങളൊക്കെ സംസാരിച്ച് റോഡിൽ കൂടെ കറങ്ങാനാണ് പ്ലാൻ. ചേട്ടൻ കറങ്ങാനാണ് പ്ലാൻ. അങ്ങനെ അതിന് വേണ്ടി ഞങ്ങളിങ്ങനെ ബൈക്കിൽ കയറാൻ പോവാണ്. അടുത്ത് നമ്മൾ നേരെ പോകുന്ന വാഗമണ്ണാണോ? അതോ ഒരു ഭയങ്കര ആഗ്രഹങ്ങളാണ് കേട്ടോ. നമ്മൾ എവിടെ എത്തി? ശംഖുമുഖം. ശംഖുമുഖം ബീച്ചിലെത്തിയിരിക്കുകയാണ്. നമ്മൾ സമയം എത്ര മണി? 8. സമയം രാത്രി 8 മണിയായിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഫുഡൊക്കെ സംസമിൽ നിന്ന് റോയ് ഉച്ച വാങ്ങിച്ചു തന്നതിന് ശേഷം നേരെ നമ്മൾ ശംഖുമുഖം ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ റോയിച്ച് ഇങ്ങനെ കൊണ്ടുവന്നേ ഉള്ളൂ. ചുമ്മാ വെറുതെ ഒരു കറക്കം, അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വന്നു. ഇനി ഇവിടെ നിന്ന് എന്താണ് നമ്മുടെ റോയിച്ച് നമുക്ക് വാങ്ങിച്ചു തരുന്നത്? ഐസ്ക്രീമിന് തന്നെയാണ് പ്ലാൻ. ഈ കുതിരയെ കയറാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, അത് വേണ്ട. ഓക്കെ, ഐസ്ക്രീം നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. അതേപോലെയൊന്നുമല്ല, ശംഖുമുഖത്തിൻ്റെ രൂപമേ മാറിക്കഴിഞ്ഞു. ഒരുപാട് ലൈറ്റും നല്ലൊരു ആംബിയൻസും ഒരുപാട് കടകളുമൊക്കെ ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ഇവിടെ ഇല്ലാത്ത ഫ്ലേവറുകളൊന്നുമില്ല. എല്ലാ ഫ്ലേവറും ഇവിടെ ലഭ്യമാണ്. ചേട്ടൻ്റെ പേരെങ്ങനെ?
എൻ്റെ പേര് മണികണ്ഠൻ. മണികണ്ഠൻ ചേട്ടൻ്റെ കടയിൽ വന്ന് എല്ലാവരും ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കണമെന്ന് ഞാൻ പറയത്തു. ഇത് ആരുടെ ചിലവാണ്? നിൻ്റെ തന്നെ? നമ്മുടെ റോയിച്ചനാണ് നമുക്ക് ഐസ്ക്രീം ഫ്ലേവർ ചെയ്തിരിക്കുന്നത്. റോയിച്ചൻ ഏത് ഫ്ലേവർ സാധനമാണ്? ചോക്ലേറ്റ്. യെസ്, ചോക്ലേറ്റ് ഇട്ടിരിക്കുകയാണ്. ഞാൻ വേണ്ടേ എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് റോയ്. പിന്നെ എന്താണ് റോയ്ക്ക് പറയാനുള്ളത്? എന്ത് പറയാൻ, കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പൊളിയായിരുന്നു, എൻജോയ് ചെയ്തു. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അതിരിക്കട്ട് ഇനി നമ്മൾ വേറെ കുറച്ച് ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു അതെല്ലാം പോവാം. അതെല്ലാം പോകുന്നതാണ്. അപ്പം ഈ ഒരു വേറെ എന്താണ് പറയാനുള്ളത്? ഇനിയൊന്നും പറയില്ല. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇപ്പോൾ എല്ലാവരും പറയാനുള്ളത്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എന്നും പറയുമ്പോൾ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ആൻഡ് ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ സൈനിങ് ഓ.